ഇനി കാത്തിരിപ്പിൻ്റെ നാളുകൾ. കോരിച്ചൊരിയുന്ന മഴയുടെ ആലസ്യത്തിൽ വടക്കിൻ്റെ മണ്ണിലെ തെയ്യങ്ങൾ വെള്ളോട്ട് ചിലമ്പടിച്ച് സുഷുപ്തിയിലേക്ക്. പെറ്റ വയറിനെ കഴിച്ച് പോറ്റിയൊരച്ചിയായി പൈതങ്ങൾക്ക് മഞ്ഞക്കുറി കൊടുത്ത ദൈവങ്ങൾ പച്ചയായ മനുഷ്യനിലേക്ക് അഭയം പ്രാപിച്ചു. ഇനിയുമൊരു തുലാപ്പത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഈ ഇടവപ്പാതിയിൽ കളരിവാതുക്കൽ അമ്മയുടെ തിരുമുടി ഉയരുന്നതോടുകൂടി അവസാനിക്കുന്നത് ഒരു വർഷം നീണ്ടുനിന്ന കളിയാട്ടക്കാലമാണ്. ഇനി നമുക്ക് അടുത്ത തുലാപ്പത്തിനായി കാത്തിരിക്കാം. ചെണ്ടമേളവും ചിലമ്പൊലിനാദവും ഉണരുവാനായി, ജനസാന്ദ്രമായി ഭക്തി നിർഭരമായ അടുത്ത കളിയാട്ടക്കാലത്തിനായി. ഇടവപ്പാതിയിലെ കോരിച്ചൊരിയുന്ന മഴയിലാണ് ശ്രീ കളരിവാതുക്കൽ അമ്മയുടെ തിരുമുടി ഉയരുന്നത്. എങ്കിൽ പോലും ഇത്ര മഴയിലും വൻ ജനത്തിരക്ക് തന്നെ നമുക്ക് കളരിവാതുക്കൽ അമ്മയുടെ തിരുനടിയിൽ കാണാൻ സാധിക്കും. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അമ്മയെ കാണാൻ ജനങ്ങൾ എത്താറുണ്ട് ഈ തിരുനടിയിൽ. അതിന് മഴയൊന്നും ഒരു തടസ്സമാവാറേയില്ല. വലിയ കവുങ്ങുകൾ കെട്ടിവെച്ചാണ് അമ്മയുടെ തിരുമുടി ഉയർത്തുന്നത്. അത് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. എല്ലാ വർഷവും അമ്മയുടെ തിരുമുടി ഉയരുമ്പോൾ നല്ല മഴയുണ്ടാവുമെങ്കിലും മഴക്കാലമായതിനാൽ തന്നെയെങ്കിലും ഇത്തവണ മഴ ഉണ്ടായതേയില്ല. രാവിലത്തെ നല്ല വെയിൽ കണ്ടപ്പോൾ പ്രദേശവാസികളെല്ലാം തീരുമാനിച്ചു, ഇല്ല, അമ്മയുടെ തിരുമുടി ഉയരുന്ന സമയത്തെങ്കിലും മഴ പെയ്യുമെന്ന്. കാർമേഘങ്ങൾ മൂടിമറയുന്നുണ്ടോ, സൂര്യൻ മങ്ങുന്നുണ്ടോ എന്നതൊക്കെ കാണാൻ എല്ലാവരും നോക്കി നിന്നു. പക്ഷേ പഴമയെ പാടെ മായ്ച്ചുകൊണ്ട് ഇത്തവണ എന്തുകൊണ്ടോ മഴ പെയ്തില്ല. മഴയില്ലാത്തതിനാലാവാം ഇത്തവണ വൻ ജനത്തിരക്ക് തന്നെ തിരുനടിയിൽ ഉണ്ടായിരുന്നത്. പലർക്കും മഴ കാരണം എത്താൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഇത്തവണ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിവെച്ച് എല്ലാവരും അമ്മയെ കാണാൻ ഈ തിരുനടിയിൽ എത്തി. വലിയ കവുങ്ങുകൾ കെട്ടിവെച്ചാണ് അമ്മയുടെ തിരുമുടി ഉയർത്തിയത്. ആ കാഴ്ച കാണാൻ വളരെയേറെ ഭംഗിയുള്ളതാണ്, ഭക്തിസാന്ദ്രമാണ്. കളരിവാതുക്കൽ അമ്മേ ശരണം, ദേവിയേ ശരണം. അങ്ങനെ ഒരു തെയ്യക്കാലം കൂടി അവസാനിക്കുകയാണ്. ഇനിയൊരു നീണ്ട കാത്തിരിപ്പാണ്. ചെണ്ടമേളവും ചിലമ്പൊലിനാദവും കേൾക്കാനായി അടുത്ത തുലാപ്പത്തിനായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാത്തിരിക്കാം.